ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഗോവയിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും, വേറെ റൂമിലോട്ട് മാറും. അതെവിടെയാണ് കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. പിന്നെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ 8 മണി തൊട്ട് 11 മണി വരെയാണ് ടൈം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആകുമ്പോൾ അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് നടക്കാൻ സുഖമായിരിക്കും. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് പ്ലാന്. പോവാണ് കേട്ടോ, മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയെടുക്കാണ്. നേരെയാണെന്നാണ് പറഞ്ഞത്. നേരെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റെത്തും. ഇവിടെ ഇങ്ങനെ ഇതൊന്നുമില്ല അല്ലേ, കച്ചറായിട്ട് കിടക്കണമൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ, റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അതന്നെ ഭാഗ്യം. ചെറിയ ടെമ്പിൾ ഉണ്ട് കേട്ടോ, കുഞ്ഞൊരമ്പലം. ആൾക്കാർ വന്ന് തൊഴിലൊക്കെ ഉണ്ട്. ടെമ്പിളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതിലെ കൂടെ നടന്നിട്ടുണ്ട്. റാഷിക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഈ റോട്ടിൽ കൂടെ നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ സിസ്റ്റേഴ്സ് മാത്രമായിട്ട് ഇങ്ങനെ നടന്ന് ചില്ല് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ചെറിയ ഫ്ലാറ്റുകളാണല്ലേ. നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കുന്നുണ്ട്. നല്ല ക്ലീൻ. നോക്കൂ എന്തൊരു ക്ലീൻ ആയിട്ടാണ് കിടക്കണമെന്ന് നോക്കി. റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ നമ്മളിതാ മാർക്കറ്റിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ കുറേ ആൾക്കാർ ഇരുന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മാത്രമല്ല, വെജിറ്റബിൾസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്ത് മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമ്മൾ പോയപ്പോൾ കുറേ മാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ മാമ്പഴം തൂക്കത്തിനനുസരിച്ചല്ല കേട്ടോ വിൽക്കുന്നത്, പകരം എണ്ണത്തിനനുസരിച്ചാണ്. അതായത് ഇത്ര രൂപയ്ക്ക് ഇത്ര എണ്ണം മാമ്പഴം, അങ്ങനെയാണ് കണക്ക്.
അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്കിഷ്ടമുള്ള മാമ്പഴം നോക്കി വലുതായാലും ചെറുതായാലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നോക്കി എണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതൊക്കെ മാർക്കറ്റിന് പുറത്ത് വിൽക്കുന്ന ആളുകളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിനുള്ളിലേക്ക് പോയത്. മാർക്കറ്റിനുള്ളിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. പിന്നെ കണ്ടതാണ് കേട്ടോ, ചക്കയൊക്കെ ചോള പറിച്ചിട്ട് ഇത്ര എണ്ണം അങ്ങനെ കണക്കിന് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു ഭാഗത്ത് കയറി ചെന്നപ്പോൾ തന്നെ ഫസ്റ്റായിട്ട് കണ്ടത് തണ്ണിമത്തനായിരുന്നു. ഒരു ഭാഗം നിറയെ തണ്ണിമത്തൻ്റെ ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറം ചെന്നപ്പോൾ ഇങ്ങനെ പൂജാ സാധനങ്ങൾ, അതായത് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയ ആയിരുന്നു കേട്ടോ അത്. മാർക്കറ്റിൻ്റെ ഉള്ളിലും കൂടുതലായി കണ്ടത് മാമ്പഴം തന്നെയായിരുന്നു കേട്ടോ. മീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിനുള്ളിൽ. ഒന്ന് രണ്ട് ഭാഗത്ത് കരിക്ക് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു കേട്ടോ. അതുപോലെ ചക്കകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ സ്പൈസസിൻ്റെ 2-3 ഷോപ്പുകൾ കണ്ടു. പിന്നെ പൊരി ഐറ്റംസ് അതുണ്ടായി. മെയിനായിട്ട് നമ്മൾ മാമ്പഴം തന്നെയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. സീസൺ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മാമ്പഴം ഒരുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഫുള്ള് ഇഞ്ചി വെളുത്തുള്ളിയുടെ സെക്ഷനായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ആയിരുന്നു. അതുപോലെ ലെമണും ഉണ്ടായിരുന്നു. പിന്നെ കുപ്പിവളകളുടെ ഷോപ്പുകൾ കണ്ടു കേട്ടോ. ഒരുപാട് കുപ്പിവളകൾ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ട ഷോപ്പ് ജ്യൂസിൻ്റെ കടയായിരുന്നു കേട്ടോ. ഒരുപാട് ഷെയ്ക്ക് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.